നമസ്കാരം. ഓരോ വ്യക്തിയും ഓരോ ദേശത്തെ ഒരു നിയോഗം പോലെ ജനിക്കുന്നു. ചിലർക്ക് പിറന്ന നാട് ഇഷ്ടപ്പെടാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ആ നാട്ടിലെ സൗകര്യങ്ങൾ കുറവായതുകൊണ്ട്, കൂടുതൽ നന്നായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ആ രാജ്യത്തെ പൗരത്വം ഉപേക്ഷിച്ച് മറ്റൊരു രാജ്യത്തേക്ക് പോയെന്ന് വരാം. എന്നാൽ ഒട്ടുമിക്ക മനുഷ്യരും ജന്മനാട്ടിൽ തന്നെ ജീവിച്ച് വിവിധ റോളുകൾ ഏറ്റെടുത്ത് ജീവിതം വിജയകരമാക്കുന്നു, കുടുംബം നോക്കുന്നു, രാജ്യം നോക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്ത് ജനിച്ച് ജീവിച്ച് കടന്നു പോകുമ്പോൾ അവരുടെ ജീവിതം വ്യക്തമായി അടയാളപ്പെടുത്തിയാൽ, അവർ സമൂഹത്തിന് മുഴുവൻ മാതൃകയായാൽ, അവർ അസാധാരണമായ നേട്ടം കൊയ്താൽ, അവർ കർഷകനാവട്ടെ, കൂലിപ്പണിക്കാരനാവട്ടെ, വ്യവസായി ആവട്ടെ, രാഷ്ട്രീയക്കാരനാവട്ടെ, കലാകാരനാവട്ടെ, സാഹിത്യകാരനാവട്ടെ, സംഗീതജ്ഞനാവട്ടെ, അവർക്ക് രാജ്യം ഒരു പുരസ്കാരം നൽകും. ഏറ്റവും വലിയ പുരസ്കാരം ഭാരതരത്നയാണ്. അത് ലഭിക്കണമെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമായ ഭാഗ്യം വേണം. രണ്ടാമത്തേത് പത്മവിഭൂഷൺ, മൂന്നാമത്തേത് പത്മഭൂഷൺ, നാലാമത്തേത് പത്മശ്രീ. ഈ പുരസ്കാരങ്ങളിൽ ഏത് കിട്ടിയാലും അത് മഹാഭാഗ്യമാണ്. 140 കോടി ജനങ്ങളിൽ മാതൃകയായിരിക്കുന്നവർക്ക് കൊടുക്കുന്ന പുരസ്കാരം. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നത് വരെ ആദ്യത്തെ കുറേ കാലം കഴിഞ്ഞാൽ ഈ പുരസ്കാരങ്ങളുടെ തിളക്കം നഷ്ടപ്പെട്ടിരുന്നു. ഈ പുരസ്കാരം ലഭിക്കാനുള്ള പ്രധാന മാനദണ്ഡം പണമായി മാറി. ഒഴിവാക്കാൻ വയ്യാത്ത അപൂർവം ചില പ്രതിഭകൾക്ക് കൊടുക്കുമ്പോൾ പണം വാങ്ങിക്കൊണ്ടും രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങിയും അനർഹരായ കളങ്കിതർക്ക്, പ്രാഞ്ചിയേട്ടന്മാർക്ക് ഈ പുരസ്കാരം കൊടുത്ത് ഇതിൻ്റെ മഹിമ നഷ്ടപ്പെടുത്തി. 2014 മോദി അധികാരത്തിലെത്തിയപ്പോൾ അതിന് മാറ്റമുണ്ടായി. സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ താല്പര്യം ഒരു പരിധിവരെ സംരക്ഷിക്കുമ്പോഴും മഹാഭൂരിപക്ഷം പുരസ്കാരങ്ങളും അർഹതയ്ക്കുള്ള അംഗീകാരമായിരുന്നു. ഏത് പാവപ്പെട്ടവനും ഏതു സാധാരണക്കാരനും അവൻ്റെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, മാതൃകയുടെ അടിസ്ഥാനത്തിൽ പുരസ്കാരം കൊടുത്തു തുടങ്ങി. അതുകൊണ്ടാണ് സത്യനാരായണ ബലേരിക്കും, മീനാക്ഷി അമ്മയ്ക്കും, ബാലൻ പൂത്തേരിക്കും, രാമനുമൊക്കെ ഈ പുരസ്കാരം ലഭിച്ചത്. ഇവർക്കൊന്നും അല്ലെങ്കിൽ ഒരിക്കലും രാജ്യത്തിന് പരമോന്നത പുരസ്കാരം ലഭിക്കാതെ പോകും. ഭരിക്കുന്ന പാർട്ടികൾ അവരുടെ രാഷ്ട്രീയ താല്പര്യപ്രകാരം കുറച്ചു പേർക്കൊക്കെ പുരസ്കാരം കൊടുക്കുന്നതിനെ നമുക്ക് അങ്ങനെ അങ്ങ് തള്ളിപ്പറയാൻ കഴിയില്ല. കാരണം ആ പ്രസ്ഥാനത്തിന് വേണ്ടി വിയർപ്പൊഴുക്കിയവരെ ആദരിക്കേണ്ട ബാധ്യത ഒരു പരിധിവരെ അവർക്കുണ്ട്. എന്നാൽ അതൊരു ചെറിയ ശതമാനമാകണം. ഭൂരിപക്ഷവും രാജ്യ താല്പര്യം മുൻനിർത്തിയാവണം. എന്നാൽ 2014 വരെ അങ്ങനെ ആയിരുന്നില്ല. രാഷ്ട്രീയ താല്പര്യത്തെക്കാൾ കൂടുതൽ പണ താല്പര്യമായിരുന്നു. മോദി സർക്കാർ വേറിട്ട വഴിയെ നടന്നു. പക്ഷേ ഇന്നലെ രാജ്യത്തെ പരമോന്നത പുരസ്കാരം മലയാളികൾ അടക്കമുള്ളവർ ഏറ്റുവാങ്ങിയപ്പോൾ രാജ്യാഭിമാനമുള്ള ഏതൊരാളും തലകുനിച്ചുപോയി. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടി പത്മഭൂഷണും ന്യായാധിപനായ KT തോമസ് പത്മവിഭൂഷണും ഏറ്റുവാങ്ങിയപ്പോൾ നമ്മൾ അർഹതയ്ക്കുള്ള അംഗീകാരം എന്ന നിലയിൽ തലകുനിക്കേണ്ടതാണ്. എന്നാൽ ആ നേട്ടത്തിൻ്റെ തിളക്കം പോലും നഷ്ടപ്പെടുത്തി വെള്ളാപ്പള്ളി നടേശൻ എന്ന സാമൂഹ്യ വിപത്തിന് പത്മഭൂഷൺ എന്ന അസാധാരണമായ പുരസ്കാരം കൈമാറിയപ്പോൾ അത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഭാരതീയൻ എന്ന് അഭിമാനിച്ചിരുന്ന ഞാൻ നാണക്കേടുകൊണ്ട് തല താഴ്ത്തിയ ദിനമായിരുന്നു ഇന്നലെ. സൗമ്യയായ നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ കയ്യിൽ നിന്നും 90-കാരനെ വെള്ളാപ്പള്ളി ഒരു ലജ്ജയുമില്ലാതെ ആ പുരസ്കാരം വാങ്ങുന്ന കാഴ്ച TV സ്ക്രീനിൽ കണ്ടപ്പോൾ എനിക്കെൻ്റെ രാജ്യത്തോട് വലിയ ദുഃഖം തോന്നി. അപമാനഭാരത്താൽ എൻ്റെ തല താഴ്ന്നുപോയി. ഈ മഹത്തായ പുരസ്കാരം ഇതോടുകൂടി അപമാനിക്കപ്പെട്ടു. ഈ പുരസ്കാരം വെള്ളാപ്പള്ളിക്കൊപ്പം ഏറ്റുവാങ്ങിയ ജസ്റ്റിസ് KT തോമസും ശ്രീ മമ്മൂട്ടിയും അപമാനിക്കപ്പെട്ടു. എന്ത് യോഗ്യതയുടെ പുറത്താണ് വെള്ളാപ്പള്ളി നടേശൻ ഈ പുരസ്കാരം ഏറ്റുവാങ്ങിയത്? SNDP എന്ന മഹത്തായ പ്രസ്ഥാനത്തെ നിയമവിരുദ്ധമായി ഹൈജാക്ക് ചെയ്ത്, അതിനെ കൊള്ളയടിച്ച്, അതിൻ്റെ മുതൽ മുഴുവൻ സ്വന്തമാക്കി ആ പ്രസ്ഥാനത്തെ അപമാനത്തിൻ്റെ മഹാദുഃഖത്തിലേക്ക് തള്ളിവിട്ടതിനോ, ശ്രീനാരായണ ഗുരുദേവൻ എന്ന മഹാനായ ലോകഗുരുവിനെ കഴിഞ്ഞ 30 വർഷമായി തടവറയിലിട്ട് വേദനിപ്പിച്ച് കൊല്ലാക്കൊല ചെയ്തതിനോ, സമുദായത്തിൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി പ്രയത്നിക്കുന്നവരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച് രതിസുഖം അനുഭവിച്ചതിനോ, പാവപ്പെട്ട സമുദായാംഗങ്ങൾക്ക് 3% പലിശയ്ക്ക് കൊടുക്കാൻ സർക്കാർ കൊടുത്ത പണം 12% പലിശയ്ക്ക് മറിച്ചു വിറ്റ് കൊള്ളലാഭമുണ്ടാക്കിയതിനോ, പാവപ്പെട്ട സ്ത്രീകൾ അറിയാതെ അവരുടെ പേരിൽ കടലാസ് സംഘടനകൾ ഉണ്ടാക്കി ആ സംഘടനകളുടെ പേരിൽ പണം അടിച്ചു മാറ്റിയിട്ട് അവരെ ജപ്തിയുടെ പടുകുഴിയിലേക്ക് തള്ളിവിട്ടതിനോ, സംസ്ഥാന വ്യാപകമായി 143 വഞ്ചനാ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടതിനോ, ജീവിതകാലം മുഴുവൻ വിശ്വസ്തനായി കൂടെ നിന്ന
കെ മഹേശൻ എന്ന മനുഷ്യനെ എല്ലാ കൊള്ളയുടെയും പാപഭാരം ഏൽപ്പിച്ച് അയാളെ മർദ്ദിച്ച് അവശനാക്കി പോയി ചാകൂ എന്ന് പറഞ്ഞ് ഇറക്കി വിട്ട് അയാളെ തൂക്കുമരത്തിൽ ഇരയാക്കിയതിനോ, മരണം ഉറപ്പാക്കുന്നത് വരെ കാത്തുനിന്നതിനോ, മരണവാർത്ത പുറത്തു വന്നപ്പോൾ എൻ്റെ വിശ്വസ്തനാണ്, ഞാൻ കൈപിടിച്ചുയർത്തി മഹാനാക്കിയതാണ് എന്ന് പറഞ്ഞിട്ട് ഒടുവിൽ കൊള്ളയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോൾ 15 കോടി രൂപ അടിച്ചു മാറ്റിയ കള്ളനാണ് എന്ന് നാടുനീളെ വിളിച്ചു പറഞ്ഞ് മരിച്ച മനുഷ്യനെ അപമാനിച്ചതിനോ, SNDPയെയും SN ട്രസ്റ്റിനെയും നിയമവിരുദ്ധമായി ഹൈജാക്ക് ചെയ്ത് അധികാരം സ്ഥാപിച്ച് അവിടുത്തെ മുഴുവൻ അപ്പോയിന്റ്മെന്റുകൾക്കും കോടാനുകോടി രൂപ ശേഖരിച്ച് ചാക്കിൽ കെട്ടി മച്ചിലിൽ സൂക്ഷിച്ച് അനേകം ആഡംബര വാഹനങ്ങളിൽ ചുറ്റിക്കറങ്ങി സുഖജീവിതം നയിച്ചതിനോ, കള്ള് ചെത്തരുത്, കുടിക്കരുത്, കൊടുക്കരുത് എന്ന് പഠിപ്പിച്ച ഗുരുവിന്റെ ചിത്രം അലങ്കരിച്ച് വെച്ച് ഗുരുവിന്റെ പേരിൽ മദ്യവിൽപ്പന നടത്തി അതിന് ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി വിതരണം ചെയ്ത് തൻ്റെ സാമ്രാജ്യം കാത്തു സൂക്ഷിക്കുന്നതിനോ, മാറി മാറി വരുന്ന സർക്കാരുകളെ ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും ഇവിടെ പിണറായിയെയും ഡൽഹിയിൽ മോദിയെയും സുഖിപ്പിച്ച് സ്വയം പിണറായിക്ക് അടിമപ്പെട്ട് മകനെ മോദിക്ക് സംഭാവന ചെയ്ത് എല്ലാ അഴിമതിയും ധിക്കാരവും നടത്താൻ ലൈസൻസ് ഒപ്പിച്ചെടുത്തതിനോ, പിണറായിയെ ജയിപ്പിക്കാൻ വേണ്ടി VD സതീശനെതിരെ വൃത്തികേടുകൾ പറഞ്ഞു പരത്തിയിട്ട് VD ജയിച്ചപ്പോൾ ഒരു ലജ്ജയുമില്ലാതെ കാലിൽ പിടിച്ച് VD സ്തുതികൾ നടത്തുന്നതിനോ, മോദിയും കേന്ദ്ര സർക്കാരും സംഘപരിവാരവും പറയണം എന്തിനാണ് വെള്ളാപ്പള്ളി നടേശന് ഈ പുരസ്കാരമൊക്കെ കൊടുത്തത്. അനേകം ക്രിമിനൽ കേസിൽ പ്രതിയായ, ജീവിതശുദ്ധി ലവലേശമില്ലാത്ത, സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി മാത്രം വാതുറക്കുന്ന, ലക്ഷങ്ങൾ ആരാധിക്കുന്ന ശ്രീനാരായണ ഗുരുവിനെ ഇറച്ചി വിലയ്ക്ക് തൂക്കി വിൽക്കുന്ന ഈ വെള്ളാപ്പള്ളി നടേശനെ എന്തിനാണ് നിങ്ങൾ പത്മഭൂഷൺ കൊടുത്തത്? ഇതൊന്നും വെറുതെ പറയുന്നതല്ല. ജീവിതം മുഴുവൻ വെള്ളാപ്പള്ളിയുടെ അടിമയായി, വെള്ളാപ്പള്ളിയുടെ ബിനാമിയായി, എല്ലാ വൃത്തികേടുകൾക്കും നിവൃത്തിയില്ലാതെ കൂട്ടുനിന്ന കെ മഹേശനെ മരണത്തിലേക്ക് തള്ളിവിട്ടിട്ട് 15 കോടി രൂപ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞിട്ട് 1 രൂപയെങ്കിലും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് മഹേശന്റെ കുടുംബം വലിയ കടബാധ്യതകളിലാണ്. എന്നിട്ട് ആ വീട്ടിൽ കയറിയിറങ്ങി ഇപ്പോഴും ദ്രോഹം തുടരുന്നു എന്ന് മഹേശന്റെ ഭാര്യ പറയുന്നത് കേട്ടില്ലേ? ഈ 6 വർഷവും നമുക്ക് നീതി കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഒരു അന്വേഷണം നടത്തിയിട്ട് കൂടെ ഇല്ല. നമ്മൾ ഇതിനിടയ്ക്ക് മുഖ്യമന്ത്രിക്ക് 3 തവണ പരാതി കൊടുത്തു. ഓരോരോ അന്വേഷണക്കാരിങ്ങനെ വരുന്നതല്ലാതെ പ്രതികളെന്ന് ആരോപിക്കുന്നവരുടെ വീട്ടിൽ ഇന്നേ വരെ പോയതായിട്ട് നമുക്കറിയില്ല. പക്ഷെ അതേസമയം ഈ വീട്ടിൽ കയറി ഇറങ്ങി ഓരോരുത്തർ അന്വേഷിക്കുക. അവരന്വേഷിക്കുന്നത് മുഴുവൻ ഈ കട്ടുകൊണ്ടുപോയ സാധനം ഇവിടെ കൊണ്ടുവരിക, കണ്ടുപിടിക്കാനാണ്. ഞങ്ങൾ അന്നും ഇന്നും ആവശ്യപ്പെടുന്നത് ഇത് തന്നെയാണ്. ഒരു അന്വേഷണം വേണം. കാരണം ഞങ്ങളുടെ ആള് നിരപരാധിയാണെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. അദ്ദേഹം എന്ത് സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ ഉണ്ട്. 2022 കോടതി നിർദ്ദേശിച്ചപ്പോൾ ഒരു നിവൃത്തിയുമില്ലാതെ രജിസ്റ്റർ ചെയ്ത FIRൽ ചുമത്തിയിരിക്കുന്നത് IPC 306, 24, 120B എന്ന് വെച്ചാൽ 10 വർഷം തടവ് കിട്ടുന്ന കുറ്റകൃത്യം. എന്നിട്ട് വെള്ളാപ്പള്ളി നടേശനെ അറസ്റ്റ് ചെയ്തോ? പോട്ടെ, വെള്ളാപ്പള്ളി നടേശനെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ചു വരുത്തിയോ? വാർത്ത ചെയ്തു എന്നതിൻ്റെ പേരിൽ അനേകം ക്രിമിനൽ കേസുകൾ എടുത്ത് 3000-ഓളം പോലീസുകാരെ ഇറക്കി വേട്ടയാടി ജയിലിലയക്കാൻ മറുനാടിനെതിരെ ഉറഞ്ഞു തുള്ളിയ അതേ പോലീസ് ഏമാന്മാർ തന്നെയായിരുന്നു വെള്ളാപ്പള്ളിക്കെതിരെ 10 വർഷം തടവ് കിട്ടുന്ന ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തപ്പോഴും ഈ നാട് ഭരിച്ചിരുന്നത്. PP ദിവ്യ എന്ന CPMന്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ ജോലി രാജിവെപ്പിച്ച് ജയിലിലടച്ചത് ദിവ്യയുടെ പ്രസംഗത്തിന്റെ പേരിൽ മരിച്ചു എന്ന സാഹചര്യ തെളിവിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ, ഇവിടെ മരിക്കുന്നതിന് മുൻപ് മഹേശൻ എഴുതി വെച്ചു 32 പേജുള്ള കത്തിൽ ഞാൻ മരിക്കുന്നത് വെള്ളാപ്പള്ളി പറഞ്ഞിട്ടാണെന്ന്. പോലീസ് FIRൽ ഇങ്ങനെ പറയുന്നു: 1-ാം പ്രതി VK നടേശൻ എന്ന വെള്ളാപ്പള്ളി നടേശനാണ്. 2-ാം പ്രതി KL അശോകനാണ്. 3-ാം പ്രതി VN തുഷാർ എന്ന വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയാണ്. ഇട്ടിരിക്കുന്ന വകുപ്പ് IPC 306, 120B, 34 എന്നിവയാണ്. 1 മുതൽ 3 വരെ പ്രതികൾ, അതായത് വെള്ളാപ്പള്ളിയും തുഷാറും അശോകനും, ഉദ്ദേശം 30 വർഷത്തോളമായി നടത്തി വന്ന സാമ്പത്തിക തട്ടിപ്പും അഴിമതിയും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളും മറ്റും പുറത്തു കൊണ്ടുവന്നാൽ പ്രതികൾ നിയമ നടപടിക്ക് വിധേയമാരാകേണ്ടി വരുമെന്നുള്ള ഭയനിമിത്തം 1 മുതൽ 3 വരെ പ്രതികൾ പരസ്പരം ഒത്തുചേർന്ന് ഗൂഢാലോചന നടത്തിയും രാഷ്ട്രീയ സ്വാധീനത്താലും 1-ാം പ്രതിയുടെ വിശ്വസ്തനും ആവലാതിക്കാരിയുടെ ഭർത്താവുമായിരുന്ന മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് 4-ാം വാർഡിൽ കൂട്ടുങ്കൽ വീട്ടിൽ കെ മഹേശനെ കേരളത്തിൽ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൈക്രോ ഫിനാൻസ് കേസിൽ ഉൾപ്പെടുത്തി പ്രതിയാക്കി ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് തുടർച്ചയായി ചോദ്യം ചെയ്യിച്ച് മാനസിക സമ്മർദ്ദമുണ്ടാക്കി 08/06/2020 മുതൽ 24/06/2022 വരെ നിരന്തരം കടുത്ത മാനസിക സംഘർഷത്തിലാക്കി ആത്മഹത്യാ പ്രേരണ നൽകിയതിൽ വെച്ച് T മഹേശൻ 24/06/2022
കണിച്ചകുളങ്ങര SNDP യൂണിയൻ ഓഫീസിൽ വെച്ച് ആത്മഹത്യ ചെയ്യുന്നതിന് ഇടവരുത്തി പ്രതികൾ മനസ്സാലെ ഭാഗവാക്കുകളായി പ്രവർത്തിച്ചു എന്നുള്ളത്. ഇതിൽ കൂടുതൽ എന്താണ് വെള്ളാപ്പള്ളി നടേശനെ പ്രതി ചേർക്കാൻ ഒരു FIR വേണ്ടത്? ഈ കേസ് എന്നിട്ട് എവിടം വരെയായി? ആ കേസിൽ ഒരു തവണയെങ്കിലും വെള്ളാപ്പള്ളി നടേശൻ ചോദ്യം ചെയ്തോ? ഈ കേസ് നിലനിൽക്കുന്നത് അറിയാതെയാണോ രാഷ്ട്രപതി വെള്ളാപ്പള്ളി നടേശന്റെ കഴുത്തിലേക്ക് രാജ്യത്തിന്റെ ആദരവ് നൽകിയത്? ഇതുപോലെ തന്നെയാണ് 124 മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസുകൾ. എത്രയോ പാവപ്പെട്ട സ്ത്രീകളുടെ കണ്ണീരിന് കാരണമായിട്ടുണ്ട് ആ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ്. പിണറായിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് 2016 വർഗീയത ഇളക്കി വിട്ടപ്പോൾ എല്ലാവരും കരുതി പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ പിടിച്ച് ജയിലിലിടുമെന്ന്. അതിൽ പിണറായി പരാജയപ്പെട്ടെടുത്ത് തുടങ്ങി പിണറായിയുടെ പരാജയം. അന്ന് ആ കേസിന്റെ ഭീകരത കണ്ട് ഞെട്ടിപ്പോയ അന്നത്തെ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് വെള്ളാപ്പള്ളിയുടെ കേസ് ഫയലെടുത്ത് മേശപ്പുറത്ത് വെച്ചപ്പോഴേ അദ്ദേഹത്തിന് പണി തെറിച്ചു. അങ്ങനെ നല്ലവരായ ഉദ്യോഗസ്ഥരെ പുറത്താക്കിയും നല്ല മനുഷ്യരെ മരണത്തിലേക്ക് തള്ളിവിട്ടും പാവപ്പെട്ട മനുഷ്യരെ കണ്ണീര് കുടിപ്പിച്ച് വളർന്നതിന് രാജ്യം കൊടുത്തിരിക്കുന്ന ആദരവാണ് ഈ പത്മഭൂഷൺ. അതെ, സങ്കടത്തോടെ പറയട്ടെ, ആദ്യമായി എൻ്റെ രാജ്യത്തെ ഓർത്ത് ഞാൻ വേദനിക്കുന്നു. ആദ്യമായി എൻ്റെ രാജ്യത്തെ ഓർത്ത് ഞാൻ തലകുനിക്കുന്നു. ആദ്യമായി എൻ്റെ രാജ്യത്തെ ഓർത്ത് ഞാൻ സങ്കടം കൊണ്ട് പൊട്ടിക്കരയുന്നു.